ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മളൊരു അടിപൊളി സോപ്പിൻ്റെ വീഡിയോ ആണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് മുൾട്ടാണി മിട്ടി എന്ന് പറയും. അതെല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. നമ്മൾ ഫേസ് പാക്ക് ആയിട്ടും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാവരുടെ വീടുകളിലും ഇത് എന്തായാലും ഉണ്ടാവും. എല്ലാവരും ഉപയോഗിച്ചിരിക്കുന്ന സംഭവമായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു സോപ്പ് ഉണ്ടാക്കുന്നത്. ഇതൊരു എന്താ പറയുക, രാജസ്ഥാനിലൊക്കെയാണ് ഇത് കണ്ടുവരുന്നത്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു കല്ല് ഇങ്ങനെ മണ്ണാണ്. ഇത് പൊടിച്ച് നമ്മൾ എന്താ പറയുക ചെറിയ ചെറിയ പാളികളായിട്ട് ഇങ്ങനെ എടുത്തത് പൊടിച്ചെടുത്തിട്ടുള്ള ഒരു പൗഡറാണ് ഉണ്ടത്. അതിൻ്റെ ക്ലായാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ഉണ്ടാക്കുന്നത്. ഇതിന് പല ഗുണങ്ങളും ഉണ്ട് നമുക്ക്. അതായത് ഓയിൽ സ്കിന്നുകാർക്കായിരിക്കും കൂടുതൽ ഇതുകൊണ്ട് ഉപകാരം എന്ന് എനിക്ക് തോന്നുന്നു. എന്താ കാരണം വെച്ചാൽ ഓയിൽ ഇല്ലാണ്ട് പരമാവധി ഓയിലിനെ വലിച്ചെടുക്കാനുള്ളൊരു കഴിവ് ഇതിനുണ്ട്. അതുപോലെ മുഖക്കുരു സംരക്ഷണം ആയിട്ട് ഉപയോഗിക്കാം. പല നല്ല സൗന്ദര്യം വയ്ക്കാനായിട്ടും എന്താ പറയുക നിറം വയ്ക്കാനായിട്ടും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു സംഭവമാണ് ഇത്. എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇത് ഫേസ് പാക്കൊക്കെ ആയിട്ട് കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഇത് വെച്ചിട്ട് അടിപൊളി ഒരു ഗ്ലിസറിൻ സോപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. നമ്മൾ അലോവേര എക്സ്ട്രാക്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് അലോവേരയും ഇതും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അൽജുറാബിൻ്റെ ഒരു സ്മെല്ലാണ്. ഞാൻ പറഞ്ഞില്ല, മിട്ടി എന്താ പറയുക ക്ലാഗുള്ള സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ലായിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. ഇത് വെച്ചുണ്ടാക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് കിട്ടാറുണ്ട്. അതുപോലെ ടീ ട്രീയുടെ ഓയിൽ ചേർക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വൈറ്റമിനിയുടെ കോൺസെൻട്രേറ്റ് അതും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇവിടെ ഞാൻ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മുടെ ഇത് 2 ബേസ് എടുത്തിട്ടുണ്ട്. അതായത് 300 ഗ്രാം ബേസാണ് എടുത്തിട്ടുള്ളത്. ഗ്ലിസറിൻ ബേസ് 200 ഗ്രാമും ഗോഡ് മിൽക്കിൻ്റെ ബേസ് ഒരു 100 ഗ്രാമും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇതിന് ഡബിൾ ബോയിലിംഗ് ചെയ്ത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മെൽറ്റായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ ആ കൂട്ട് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ മോൾഡ് എപ്പോഴും റെഡിയാക്കി വെക്കുക. അതിന് ശേഷം മാത്രം ഇതിലേക്ക് കിടക്കേണ്ട. അപ്പോൾ നമുക്ക് ഇതിനുള്ള മിക്സ് തയ്യാറാക്കാം. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ ചെറുതായിട്ട് മഴ സൗണ്ടൊക്കെ ഇതിൽ കേൾക്കും. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് എന്താ പറയുക ക്ഷമിക്കുക. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഈ ടീസ്പൂൺ കൊണ്ട് ഒരു 2 ടീസ്പൂണോളം പൗഡർ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്ര എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് നമ്മുടെ അലോവേര എക്സ്ട്രാക്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പരമാവധി പൂവാണ്ടൊക്കെ എടുക്കുക. നമ്മളെടുത്ത് കുറച്ച് പോയിട്ടുണ്ട്. ഇത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാലും മതി. നമ്മളിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ കുറച്ചും കൂടി എക്സ്ട്രാക്റ്റ് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി ലൂസാക്കി നന്നായി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കിട്ടണം. നന്നായി അതിലേക്ക് ഒഴിക്കാനായിട്ട് പാകത്തിന് ഡയറക്റ്റ് യൂസ് ചെയ്യാണ്ടിരിക്കാൻ നല്ലത് കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടായിരിക്കും ഒഴിക്കായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോപ്പ് ബേസൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗ്ലിസറിനും ഗോഡ് മിൽക്കിൻ്റെ ബേസും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായല്ലോ അലോവേര ഇതിലും ഗ്ലിസറിനും ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കൂട്ട് നമുക്ക് ഞാൻ ഇതുപോലെ 1 ടീസ്പൂണുണ്ട് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, സ്വല്പം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു കളർ നമുക്ക് കിട്ടും. നാച്ചുറലായിട്ടുള്ള ആ കളർ നമുക്ക് കിട്ടും. ആ ക്ലിയർ കളർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് കളർ വേറെ കാര്യങ്ങളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമുക്ക് നമ്മുടെ ടീ ട്രീയുടെ ഓയിൽ ഞാനൊരു 2 ഡ്രോപ്സോളം അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വൈറ്റമിനിയുടെ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ഡ്രോപ്സോളം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. പെർഫ്യൂം ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇതിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കുക. അതിനുശേഷം മാത്രം നമ്മൾ പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ സ്മെല്ല് നമുക്ക് വിചാരിച്ച സ്മെല്ല് നമുക്ക് കിട്ടില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഉണ്ടോ എല്ലാം കൂടി. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സോപ്പ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ ജെല്ലുകൾ, അതുപോലെ ഷാമ്പു ബേസ്, ഷവർ ജെല്ലിൻ്റെ ബേസ് അതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഞാൻ അയച്ചു തരാം. ഓക്കെ, സോപ്പ് ഉണ്ടാക്കാനുള്ള മോൾഡുകളും അതിൻ്റെ ബേസുകളെല്ലാം ഉണ്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം സ്മെല്ല് നമുക്ക് ചേർത്ത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ജുറാബൽ ഇതിൻ്റെ സ്മെല്ലാണ് നമ്മൾ ചേർത്ത് നോക്കുന്നത്, ഊതിൻ്റെ. അപ്പോൾ അത് ഞാൻ എപ്പോഴും ക്ലാര സോപ്പ് ഉണ്ടാക്കുമ്പോൾ ആ സ്മെല്ലാണ് ഉപയോഗിക്കാറ്. അത് അതിന് നല്ലൊരു സ്മെല്ലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പെർഫ്യൂമാണ് ഇതിലേക്ക് ചേർക്കാനുള്ളത്. നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഈ മിട്ടിയൊക്കെ ഏകദേശം ഒരു 10-15 മില്യൺ 20 ഗ്രാമൊക്കെ മതിയിട്ടല്ല, 1 കിലോ ബേസിലേക്കൊക്കെ അത് മതി. അതെടുത്ത് നന്നായി മിക്സ് ചെയ്യുക. റോസ് വാട്ടറിൽ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തിട്ട് നന്നായി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നന്നായി ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം പെർഫ്യൂം ഏറ്റവും ലാസ്റ്റ് ഒഴിക്കുക. പെർഫ്യൂം നമുക്ക് സ്മെല്ലിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. 1 കിലോയിലേക്ക് ഏകദേശം ഒരു 20 ഗ്രാമോളം പെർഫ്യൂം ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കണക്കാക്കിയൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ എല്ലാ വീഡിയോകളും പറയുന്നതിന് ഇതിൽ ഞാൻ കൂടുതൽ ഇതാക്കി പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അതുപോലെ ചെയ്യാം. നല്ലൊരു സോപ്പ് ഉണ്ടാക്കി എടുക്കാം നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട്. അപ്പോൾ ഇതിന് ഭയങ്കര ഗുണങ്ങളും കാര്യങ്ങളുള്ള കേട്ടോ, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഞാനിതിലേക്ക് പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. നമ്മളെടുത്തിട്ടുള്ള ജുറാബലൂതാണ്. അപ്പോൾ അതിൻ്റെ നല്ല സ്മെല്ലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്മെല്ലാണ് ഇങ്ങനത്തെ മിട്ടിയുടെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാനതൊരു ഏകദേശം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ മോൾഡൊക്കെ കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിയേഴ്സിൻ്റെ 100 ഗ്രാമിൻ്റെ മോൾഡാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ 300 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ച് ഫില്ല് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്കപ്പോൾ 3 സോപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 100 ഗ്രാമിൻ്റെ 3 സോപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചുള്ളതിൽ ലാസ്റ്റ് ഒന്ന് ഞാൻ ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് ഇത് സെറ്റാവും. അപ്പോൾ അതിന് ശേഷം ഞാനിത് ഇതിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മുൾട്ടാനി മിട്ടിയുടെ സോപ്പ് അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മോൾഡിൽ നിന്ന് ഞാനിത് എടുത്ത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇപ്പോൾ ഗോഡ് മിൽക്കും ഗ്ലിസറിനും കൂടി ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ. കണ്ടോ നിങ്ങൾ, ഡ്രസ്സായിട്ടുണ്ട്, അടിപൊളി സോപ്പ് കണ്ടാ. മൂന്ന് സോപ്പ് നമുക്ക് എടുത്തിട്ടുണ്ട്. ചെറുതാണ് അതിൽ നിന്നുണ്ട്. ഇത് കണ്ടില്ലേ നിങ്ങൾ, നല്ല അടിപൊളി സോപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക കേട്ടോ സോപ്പ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് വേണമെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ജെല്ലുകളായാലും ഷാമ്പു ബേസ്, ഷവർ ജെല്ല്, അതിൻ്റെയൊക്കെ ബേസുകളായാലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.